അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന കല്യാണിയെ അമ്മ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ സംശയം ഒന്നും തോന്നിയില്ലെന്ന് കല്യാണി പോകുന്ന അങ്കണവാടിയിലെ ടീച്ചർ സൗമ്യ പറഞ്ഞു. ചിരിച്ച മുഖത്തോട് തന്നെയാണ് സന്ധ്യ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയത്. അധികം സംസാരിക്കാത്തൊരു പ്രകൃതമാണ് സന്ധ്യയുടേതെന്നും സൗമ്യ ഓർമ്മിക്കുന്നു. 3:15 വന്നു. 3:30 നമുക്ക് അങ്കവാടി വിടണത്. അപ്പോൾ ഞാൻ നേരത്തെ വന്നോ എന്നുള്ള രീതിയിൽ ആൾ ഒന്ന് ചിരിച്ച് കാണിച്ചു. അപ്പോൾ കൊച്ചുവിടുന്ന് ഫുഡ് കഴിക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഇറത്ത് തന്നെ ഇരുന്ന് കൊച്ചു ഫുഡ് കഴിച്ച് തീർന്നവിടം വരെയും വെയിറ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് കൊച്ചിനെയും കൊണ്ട് പോയത്. അമ്മ അങ്ങനെ അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. വന്ന് കുഞ്ഞിനെ അങ്കവാടി ഗേറ്റ് വരെയും വന്ന് വിട്ടിട്ട് പോണ ഒരു ഇതായിരുന്നു. ടോബി ജോൺസൺ നമുക്കൊപ്പം ചേരുന്നു. തിരുവാങ്കുളത്തെ ഈ കല്യാണിയുടെ വീട്ടിൽ നിന്ന്. കുഞ്ഞിൻ്റെ വീട്ടിൽ എന്താണ് ഇപ്പോൾ നടക്കുന്നത് ജോൺസൺ? ടോബി. SKN ഇപ്പോൾ മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആ ചടങ്ങിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചു. വീടിന് മുന്നിൽ ഒരു പന്തൽ ഇടുന്ന ജോലികളാണ് പുരോഗമിക്കുന്നത്. അതുപോലെ തന്നെ നാട്ടുകാരും ബന്ധുക്കളുമായിട്ടുള്ള നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഇന്നലെ ഈ കുട്ടിയെ കാണുന്നില്ല, കല്യാണിയെ കാണുന്നില്ല എന്നുള്ള വാർത്ത കേട്ടപ്പോൾ മുതൽ തന്നെ ഒരുപാട് പേർ ഇവിടേക്ക് എത്തിയിരുന്നു. നാട്ടുകാരെല്ലാം തന്നെ തിരച്ചിലിന്റെ ഭാഗമാകുകയും അന്വേഷിക്കുകയും ഇവരെവിടെയാണ് പോയതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറയുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം ഇന്നലെ രാത്രിയോടുകൂടി 2:30 ആ മരണവാർത്ത, ആ വിയോഗ വാർത്ത എത്തുമ്പോൾ അത് ഈ നാട്ടുകാരെല്ലാം ഒരുപോലെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്, ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഇവിടെ എത്തി പലരോടും സംസാരിക്കുമ്പോഴും പലർക്കും അതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അങ്ങനെയാണ് നമ്മൾ തൊട്ടടുത്തുള്ള അങ്കണവാടിയിൽ, അതായത് കല്യാണി പഠിച്ചിരുന്ന അങ്കണവാടിയിൽ നിന്ന് ചെന്ന് അവിടുത്തെ അധ്യാപികയെ കണ്ടിരുന്നു. അവരും പറഞ്ഞത് ഒരു തരത്തിലുള്ള സംശയങ്ങളും അല്ലെങ്കിൽ സാധാരണ കുട്ടിയെ വിളിക്കാൻ വരുന്നത് പോലെ തന്നെ സന്ധ്യ ഒന്ന് കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയി ചിരിച്ചു കാണിച്ചു എന്നതാണ്. കൂടുതൽ സംസാരങ്ങൾക്കൊന്നും അവർ സാധാരണ മുതിരാറില്ല. കുട്ടിയെ വാതിക്കൽ കൊണ്ടുവന്ന് വിട്ടിട്ട് തിരിച്ചു പോവുകയാണ്. അതുപോലെ തന്നെ കുട്ടിയെ വിളിക്കാൻ വരുമ്പോൾ കാര്യമായി സംസാരിക്കുകയോ മാതാപിതാക്കൾ സാധാരണ അധ്യാപകരുമായി ഇടപെടുകയും കുട്ടികളുടെ കാര്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ടൊന്നും ഇവർ സാധാരണ പോകാറില്ലായിരുന്നു. ഇന്നലെ ചെന്ന് 3:15 കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴും സമാനമായ രീതിയിൽ ഒരു ചിരി മാത്രം ചിരിച്ചുകൊണ്ട് ഇവർ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ശ്യാം നേരത്തെ റിപ്പോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ യാതൊരു മുഖഭാവവും ഇല്ലാതെ അവർ ഇരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു കാര്യം, അതായത് കുട്ടിയെ ഇങ്ങനെ കൊല ചെയ്യാൻ കൊണ്ടുപോകുമ്പോഴും അവർക്ക് കാര്യമായിട്ടുള്ള മുഖഭാവമോ ഒന്നും തന്നെ അവരുടെ സ്വഭാവത്തിലോ ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ലായിരുന്നു. ചിരിച്ചു കാണിച്ച് കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയി എന്നാണ് അധ്യാപികയും പറഞ്ഞത്. എന്തായാലും എന്താണ് ഇവരുടെ ലക്ഷ്യം, എന്തായിരുന്നു, എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ പോലീസ് വിശദമായിട്ട് ചോദ്യം ചെയ്യുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ തിരുവാണിയൂരിലെ പൊതുശ്മശാനത്തിൽ നടക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു സമയം എപ്പോഴാണെന്ന് കൃത്യം പറഞ്ഞിട്ടില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഇവിടെ കൊണ്ടുവന്ന് പൊതുദർശനം ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. SKN. ടോബി ജോൺസണാണ് കല്യാണിയുടെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.